തന്റെ രക്തം കൊടുത്ത് വിലക്ക് മേടിച്ച സഭ പണിയുവാൻ വിളിച്ച സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞപ്പോ സ്വർഗത്തിലിരുന്ന ദൈവം സ്വസ്ഥമായിട്ടിരുന്നില്ല, ഒട്ടനടി വന്നു. വേറെ ആരും കണ്ടില്ല, കല്ലെറിഞ്ഞവൻ കണ്ടു. ഇവന്റെ സാമ്പത്തികവും ഇവന്റെ രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് അവൻ സഭയെ ഒന്ന് പിടിച്ചു കുലുക്കിയെങ്കിൽ അതേ അവനെ തന്നെ കണ്ണിനെ പീസാക്കി നിലത്ത് തള്ളിയിട്ട് അവനെ കൊണ്ട പള്ളി പണിയാൻ ദൈവം തീരുമാനിച്ചു. പൗലൂസായി അവൻ അടികൊണ്ടവൻ പൗലൂസായി. നിലത്ത് വീണവൻ പൗലൂസായി, പരിഹസിച്ചവൻ പൗലൂസായി, കല്ലെറിഞ്ഞവൻ പൗലൂസായി തീർന്നു. ദൈവം തൻ്റെ സഭയെ വഴി നടത്തുന്നത് കൂട്ടായ്മയിലൂടെയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീക മുന്നേറ്റം ക്രിസ്തീയ കൂട്ടായ്മയിലൂടെയാണ്. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കൂട്ടായ്മയിലൂടെ ലഭിക്കും. ഒത്തിരി വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. മരിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഇരിക്കുകയും ഒടുവിൽ ആ മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം കൂട്ടായ്മയിൽ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ നീ മരിക്കേണ്ടവനല്ല, മരണത്തിൽ നിന്ന് യേശു നിന്നെ രക്ഷിക്കുമെന്ന് പഠിപ്പിക്കുന്നതനുസരിച്ച് അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ജനം, അവർ പാപത്തിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടായ്മയിലൂടെ ദൈവം അവരെ വേർതിരിച്ചു കൊണ്ടിരിക്കുന്നു. നാളെ അവരുടെ ജീവിതങ്ങളിൽ എന്താണോ സംഭവിക്കേണ്ടത് അതിനെ ദൈവം കൂട്ടായ്മയിലൂടെ വെളിപ്പെടുത്തി കൂട്ടായ്മ ബന്ധത്തിലൂടെ അവരെ വിടുവിക്കുന്നു. പിശാചിൻ്റെ ഏറ്റവും വലിയ ആക്രമണ ശൈലികളിൽ ഒന്നാണ് അവരെ കൂട്ടം തെറ്റിക്കുക എന്നുള്ളത്. എപ്പോഴും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിലുള്ള നന്മകൾ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളെ ദൈവം പണിത് എടുക്കുമ്പോൾ പിശാച് അതിന് ബദലായിട്ടുള്ള പലതും ക്രമീകരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടെന്ന് പറയും പോലെ തന്നെ ദൈവം എന്തൊക്കെ ഇവിടെ ക്രമീകരിച്ചു വരുന്നു അതിനെല്ലാം വിപരീതമായി പിശാച് അതിന് തക്കതായിട്ടുള്ളത് പലതും ക്രിയേറ്റ് ചെയ്യും, പലതും സൃഷ്ടിച്ചെടുക്കുവാൻ തുടങ്ങും. ഇവിടെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ശരീരമാകുന്ന കൂട്ടായ്മ, ശരീരമാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയുടെ അവയവങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ അവയവങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു അവയവത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരു അവയവത്തിന് ഞങ്ങൾക്കൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല, സ്വാഭാവികമായും അവർക്ക് അത് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, കുടുംബജീവിതത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചത് ഇപ്രകാരമായിരിക്കുന്നു: ക്രിസ്തു സഭയാകുന്ന തൻ്റെ ശരീരത്തെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കണമെന്നുള്ളതിന്. അപ്പോൾ ആ കുടുംബജീവിതത്തിൻ്റെ സ്നേഹം തന്നെ കർത്താവ് സാമ്യപ്പെടുത്തി പഠിപ്പിച്ചിരിക്കുന്നത് സഭയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയേയില്ല. സ്തോത്രം. തൻ്റെ സഭയെ പണിയുവാൻ വേണ്ടിയിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ച് ആക്കി വെച്ച ഒരു ഭക്തനായിരുന്നു സ്തേഫാനോസ്. എന്നാൽ യേശു കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നുപോയി. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കർത്താവ് കടന്നുപോയി. അപ്പോഴാണ് ഭൂമിയിൽ ഒരു നിലവിളി കേൾക്കുന്നത്. സഭ പണിയുവാൻ വേണ്ടിയിട്ട് വേർതിരിച്ച സ്തേഫാനോസിനെ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് എന്നുള്ളത്. സ്തേഫാനോസ് എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷിയെ, ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ ചില സാക്ഷ്യങ്ങൾ രക്തസാക്ഷിത്വങ്ങളിലേക്ക് തന്നെ ചെല്ലും. ഒരു വ്യക്തി സാക്ഷി പറഞ്ഞാൽ ആ വ്യക്തിയെ കല്ലെറിയാൻ ഒത്തിരി പേര് അന്നുമുണ്ട് ഇന്നുമുണ്ട്. സാക്ഷി പറയുന്നവരെ ആമേൻ ഒരിക്കലും ഉയർന്നു വരാൻ അനുവദിക്കാതെ,
സാക്ഷ്യങ്ങൾ നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നും റോമൻ സാമ്രാജ്യത്തിൻ്റെ സാമുദായികമായ ആചാര അനുഷ്ഠാനങ്ങൾ നിൽക്കപ്പെട്ടവർ കല്ലെറിയുവാൻ തീരുമാനിച്ചു. കാരണം യേശു കർത്താവ് ജീവിക്കുന്നു, ക്രിസ്തു ജീവിക്കുന്നു, ക്രിസ്തു ഇന്നും അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യുന്നു എന്ന് അത് കവലതോറും സമൂഹം തോറും വിളിച്ചു പറഞ്ഞ സ്തേഫാനോസിനെ വിട്ടില്ല, കല്ലെറിഞ്ഞു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും സാക്ഷി പറഞ്ഞാൽ അവരെ കല്ലെറിയാൻ വേണ്ടി നിൽക്കരുത്, കല്ലെറിയരുത്. ഒരു വ്യക്തി സാക്ഷി പറഞ്ഞാൽ അവരെ വാക്കുകൾ കൊണ്ടെറിയരുത്, ആ വ്യക്തിയെ വേദനിപ്പിക്കരുത്, ആ വ്യക്തിയെ പരിഹസിക്കരുത്, ആ വ്യക്തിയെ പ്രയാസപ്പെടുത്തരുത്. ഇവിടെ സ്തേഫാനോസ് ദൈവത്തിന്റെ സാക്ഷിയായി സഭ പണിയുവാൻ, തൻ്റെ ശരീരത്തെ പണിതെടുക്കുവാൻ, മോഡിഫൈ ചെയ്യുവാൻ, ഭംഗിയാക്കുവാൻ, ഒരുമിപ്പിക്കുവാൻ ദൈവം പ്രത്യേക അഭിഷേകത്തോടുകൂടി സ്തേഫാനോസിനെ വേർതിരിച്ചവൻ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിന്നപ്പോൾ എല്ലാവരും അവനെ എറിഞ്ഞു. അവന്റെ വസ്ത്രത്തെ സൂക്ഷിച്ചു വെക്കുവാൻ പൗലൂസിന്റെ ശൗലിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ആയി. ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടു വന്നതിന് ശേഷം സ്തേഫാനോസിനെ ക്രോസ് വിസ്താരം ചെയ്തു. നീ ചുമ്മാ പറയുകയാണ്, നീ കൈ നിട്ട് പറയുകയാണ്, 10 പേരുടെ ഇടയിൽ ഷോ കാണിക്കുകയാണ്, നിനക്കൊരു മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നീ ചുമ്മാ നടക്കുകയാണ് എന്ന് പറഞ്ഞ അസൂയാലുക്കളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ സ്തേഫാനോസിനെ പരിഹസിച്ചു. പക്ഷേ പരിഹാസം കൊണ്ട് തീർന്നില്ല. ആ പരിഹാസം വർദ്ധിക്കാൻ തുടങ്ങി, ആ പരിഹാസം വലുതാകാൻ തുടങ്ങി. അത് വർദ്ധിച്ച് അവർ 1.5 ഇഞ്ച് വെയിറ്റ് അല്ലെങ്കിൽ വലിപ്പമുള്ള കരിങ്കൽ കഷ്ണങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടോ പാവപ്പെട്ട ഭക്തനായിരിക്കുന്ന സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. പഴയ നിയമത്തിൽ നാബോത്ത് അവൻ ദൈവത്തിന്റെ സാക്ഷിയായിരുന്നു. നാബോത്ത് ദൈവത്തിന്റെ സാക്ഷിയായി തീർന്ന് കർത്താവിന്റെ സാക്ഷിയായിട്ട് മരിക്കേണ്ടി വന്നാലും എനിക്ക് ദൈവം തന്ന മുന്തിരിത്തോട്ടത്തെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് അവൻ പൂർണ്ണമായ മനസ്സോടുകൂടി നിന്നപ്പോൾ ഹല്ലേലൂയ, അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മൂപ്പന്മാരുൾപ്പെടെയുള്ള ഉപവാസക്കാർ അവർ ഒരു കാപട്യം നിർച്ചിച്ച് ദേശത്തിൽ ഒരു ഉപവാസം വിളിച്ചുകൂട്ടി. ആ ഉപവാസത്തിൽ പങ്കെടുത്ത വ്യക്തികൾ തന്നെ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. ആരും ആദ്യം വിചാരിച്ചിരുന്നില്ല ഇവർ കല്ലെറിയാൻ വേണ്ടിയിട്ടാണ് ഉപവാസം എടുക്കുന്നതെന്ന്. അവർ ഫാസ്റ്റിംഗ് ആയിരുന്നു, പക്ഷെ ഉപവാസം കഴിഞ്ഞപ്പോൾ അവർ കല്ലെറിഞ്ഞു. പാവപ്പെട്ട നാബോത്ത് അവസാനത്തുള്ളി ചോര വരെയും ഒഴുക്കി കടന്ന സമയത്തിലേക്ക് ഉപവാസക്കാരെല്ലാരും കൂടെ അവനെയും കല്ലെറിഞ്ഞു. സുഹൃത്തുക്കളെ, ഇങ്ങനെ ചരിത്രങ്ങൾ സാക്ഷ്യം പറഞ്ഞ എല്ലാവരുടെയും പേരില് ഇതുപോലെയുള്ള കല്ലെറിച്ചിലുകളും പരിഹാസങ്ങളും ദുഷികളും കടന്നു വന്നുകൊണ്ടിരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലായിരിക്കപ്പെടുമ്പോൾ യേശു കർത്താവ് ആ സമയത്തില് പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിലിരുന്നു. ഭൂമിയിൽ സഭ പണിയുവാൻ, ഭൂമിയിൽ കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യുവാൻ ഞാനൊരു ഭക്തനെ ആക്കി വെച്ചപ്പോൾ അവനെ കല്ലെറിഞ്ഞു കൊന്നുവെങ്കിൽ ഞാനെങ്ങനെ സ്വസ്ഥമായിട്ട് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുക? എൻ്റെ നാഥൻ ഭൂമിയിലേക്ക് വന്നു. ശൗലേ, എന്നാത്തിനാടാ എന്നെ എറിയുന്നേ? എന്തിനാടാ എന്നെ എറിയുന്നേ? ആമേൻ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കൂടെ കുതിരപ്പുറത്തവൻ കടന്നുപോയ സമയത്തിൽ തന്നെ ശക്തിയേറിയ വാക്കുകളോടുകൂടി എന്റെ നാഥൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നിട്ട് അവനെ കുതിരപ്പുറത്ത് നിന്ന് അടിച്ചു താഴെയിട്ടു. 2 കണ്ണിനെ പീസാക്കി. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയപ്പെടാതെ അവൻ നിലത്ത് നിന്ന് മണ്ണ് അപ്പി വാരുവാൻ തുടങ്ങി. അവൻ മണ്ണ് കഴിക്കാൻ തുടങ്ങി. അവൻ നിലത്ത് കിടന്ന് എഴയാൻ തുടങ്ങി. അവൻ ചോദിച്ചു, ഇത്രയും രാഷ്ട്രീയ സ്വാധീനമുള്ള, ഇത്രയും വിദ്യാസമ്പന്നനായിരിക്കുന്ന, ഇത്രയും കഴിവുള്ള എന്നെ ആരാണ് അടിച്ചത്? യേശു പറഞ്ഞു, നീ എന്തിനാ എന്നെ ഉപദ്രവിച്ചേ? യേശുവിനെ ഒന്നും ചെയ്തില്ല, പക്ഷെ യേശുവിന്റെ നാമത്തിൽ സാക്ഷി പറഞ്ഞവനെ എറിഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ സാക്ഷി പറഞ്ഞതിനെ എറിഞ്ഞു. ദൈവം വിട്ടില്ല. മേളിയിരുന്ന കർത്താവ് ഭൂമിയിൽ വന്നു. സാക്ഷി പറഞ്ഞവനെ തോട്ടായാൻ വിടത്തില്ലെന്ന് മേളിന്ന് വന്നു, ഭൂമിയിൽ വന്നു. അവനെ അടിച്ചു മൂട്ടിയിട്ടു. അവന്റെ കണ്ണിനെ പീസാക്കി.
പക്ഷേ എൻ്റെ ദൈവം മനസ്സാക്ഷിയുള്ളവനാ. നാബോത്തിനെ കല്ലെറിഞ്ഞു. സാക്ഷി പറഞ്ഞ ദൈവത്തിന്റെ സാക്ഷിയായിരിക്കുന്ന നാബോത്തിനെ വിട്ടില്ല. ആഹാബ് നല്ല മൂർച്ചയുള്ള കത്തിയുമായിട്ട് നാബോത്തിന്റെ മുന്തിരിത്തോട്ട നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കടന്നുപോയ സമയത്തിൽ സ്വർഗത്തിൽ നിന്ന് വന്നു അഭിഷിക്തനായിരിക്കുന്ന ഏലിയാവിനെ വിളിച്ചു പറഞ്ഞു, ചെന്ന് പറ എന്റെ ഭക്തനെ കല്ലെറിഞ്ഞ, എന്റെ സാക്ഷിയെ കല്ലെറിഞ്ഞ നാബോത്തിനോട് ചെന്ന് പറ, എവിടെ വെച്ചു നീ എന്റെ ഭക്തനെ കല്ലെറിഞ്ഞതല്ലോ അതേ സ്ഥാനത്ത് വെച്ച് നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. തൊടാൻ സമ്മതിച്ചില്ല. തോട്ടത്തെ തൊടാൻ സമ്മതിച്ചില്ല. സാക്ഷി പറഞ്ഞവനെ എറി കിട്ടിയെങ്കിലും അവന്റെ അവകാശത്തെ തൊടാൻ സമ്മതിച്ചില്ല. ഇന്ന് പകൽ സമയത്തിൽ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ട് എറി കിട്ടിയ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നെങ്കിൽ നിന്റെ അവകാശത്തെ തൊടാൻ ദൈവം അനുവദിക്കത്തേയില്ല. സഭയെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. തോട്ടത്തെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആ മുന്തിരിത്തോട്ടത്തെ തൊടാൻ ദൈവം അനുവദിച്ചതേ ഇല്ല. രക്തം കൊടുത്ത് വില കൊടുത്ത് മേടിച്ചതായിട്ടുള്ള സഭയെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. സ്തെഫാനോസിനെ എറിഞ്ഞു, നാബോത്തിനെയും എറിഞ്ഞു. പക്ഷേ അവന്റെ മുന്തിരിത്തോട്ടത്തെയോ അവന്റെ സഭയെയോ തൊടാൻ ദൈവം അനുവദിച്ചില്ല. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. ഇന്ന് പകൽ സമയത്തിൽ എന്നോടൊപ്പം വിശ്വസിക്കുന്ന ദൈവത്തിന് ഒരു കരമടിച്ച് സ്വതന്ത്രം പറ. സഭയെ തൊടാൻ അനുവദിക്കാത്ത യേശു കർത്താവ്, മുന്തിരിത്തോട്ടത്തെ തൊടാൻ അനുവദിക്കാത്ത യേശു കർത്താവ്, അവന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, തൻ്റെ രക്തം കൊടുത്ത് വിലക്ക് മേടിച്ച, സഭ പണിയുവാൻ വിളിച്ച സ്തെഫാനോസിനെ അവർ കല്ലെറിഞ്ഞപ്പോൾ സ്വർഗത്തിലിരുന്ന ദൈവം സ്വസ്ഥമായിട്ടിരുന്നില്ല. ഉടനടി വന്നു. വേറെ ആരും കണ്ടില്ല, കല്ലെറിഞ്ഞവൻ കണ്ടു. യേശുവിനെ വേറെ ആരും കണ്ടില്ല, കല്ലെറിഞ്ഞവൻ കണ്ടു. അവനെ അടിച്ച് താഴ്ത്തിയിട്ടിട്ട് പോയെങ്കിൽ തൻ്റെ സഭയെ തൊടുന്നവനെ തന്റെ കൂട്ടായ്മയെ തൊടാൻ സ്വർഗം അനുവദിക്കത്തില്ല. കൂട്ടായ്മയെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവന്റെ സാമ്പത്തികവും ഇവന്റെ രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് അവൻ സഭയെ ഒന്ന് പിടിച്ചു കുലുക്കിയെങ്കിൽ അതേ അവനെ തന്നെ കണ്ണിനെ പീസാക്കി നിലത്ത് തള്ളിയിട്ട് അവനെ കൊണ്ട് ആ പള്ളി പണിയാൻ ദൈവം തീരുമാനിച്ചു. പൗലൂസായി അവൻ അടികൊണ്ടവൻ പൗലൂസായി. നിലത്ത് വീണവൻ പൗലൂസായി, പരിഹസിച്ചവൻ പൗലൂസായി, കല്ലെറിഞ്ഞവൻ പൗലൂസായി തീർന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ച സഭ ദൈവം അതിന് വളരെയധികം സീരിയസ് ആയി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒരാൾ തൊട്ടപ്പോൾ സ്വർഗത്തിൽ ഇരുന്ന കർത്താവ് മൂട്ടി വന്നത്. മൂട്ടിൽ വന്ന് അവന് കിട്ടൊരെണ്ണം കൊടുത്തിട്ട് അവനെ കൊണ്ട് ആ പള്ളി പണിയാൻ തീരുമാനിച്ചു. നീ ഇരിക്കുന്ന കൂട്ടായ്മ ചെറുതല്ല. ഇതിനെ ഒരുവൻ പൊളിക്കാൻ നോക്കിയാൽ അവനെ കൊണ്ട് ഇതിനെ പണിയും. അവനെ കൊണ്ട് പണിയും. അവൻ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതാം. ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതാം. അവനെ കൊണ്ട് പണിയും. അവനെ കൊണ്ട് ദൈവം പണിയും. ദൈവത്തിന്റെ ശരീരമാകുന്ന സഭ പൗലൂസിലൂടെ പിന്നെ പണിതു. ശൗലിനെ പൗലൂസാക്കി. പിന്നെ അവൻ സഭ പണിയാൻ തീരുമാനിച്ചു. ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതി. ഏറ്റവും അധികം സഭകളെ ഉറപ്പിക്കാൻ തുടങ്ങി. ആദ്യം അവൻ്റെ ജോലി എന്തായിരുന്നു? സാക്ഷി പറഞ്ഞവനെ കല്ലെറിയൽ. സാക്ഷി പറയുന്നവനെ കല്ലെറിയൽ. ഇപ്പോൾ അവൻ ആര്? ഇപ്പോൾ കല്ലെറിഞ്ഞവൻ ഇപ്പോൾ പള്ളിയെ പണിയുക മാത്രമല്ല, രാജ്യങ്ങൾ തോറും സാക്ഷിയായി തീർന്നുകൊണ്ടിരിക്കുക. രാജ്യങ്ങൾ തോറും സാക്ഷിയായിക്കൊണ്ടിരിക്കുക.